ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള പാനൂരിനടുത്തുള്ള ഒരു വാഴമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര പോവാണ്. രാവിലെ കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ കുറച്ച് മഴയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവരെ പരിചയപ്പെടുത്തരാം. ഇത് നമ്മളൊരു കാര്യമായ ചങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ അമന്, ഇത് നമ്മളെ രയിച്ചാട്ടെ. ആള് വിചാരിച്ചവരെന്നല്ല, പുള്ളിയുടെ അടുത്ത് ഒരുപാട് ഐറ്റംസിലുണ്ട്. അത് അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇത് അറിഞ്ഞിടത്തോളം നല്ലൊരു സ്ഥലമെന്നാണ് പറഞ്ഞത്. വാഴമല എന്ന് പറഞ്ഞത് അത്രയും വ്യൂവും എല്ലാ കാര്യങ്ങളും കോടയും എല്ലാം ഉള്ള സ്ഥലമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം അങ്ങനെയുള്ള അവസ്ഥ, ഇന്നത്തെ അവസ്ഥ ഒന്ന് പോയി നോക്കാം. ഓക്കെ. Don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'ma make hella sure that I don't become you. I have no regrets, yeah, I'll tie up my chest. I'll never forget what it's like to be in debt. Been stabbed in the back bed, I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. So fight and die for the things you know you love. Do what you think. അപ്പോൾ നമ്മൾ വാഴമല എത്തിയിട്ടുള്ളത് ഈ കാണുന്ന വ്യൂ ആണ്. വാഴമലേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റാണ് ഇവിടെ. അതുപോലെ തന്നെ ഒരു തണുത്ത ക്ലൈമറ്റുമാണ്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി. ഈ 2 മണിക്ക് നമ്മളിവിടെ എത്തുന്നത്. പക്ഷെ എന്നാലും ഒരു ഉച്ച സമയം എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. അത്രയും അടിപൊളി ഒരു സ്ഥലം ഇവിടെ. പക്ഷെ ഇവിടെ അങ്ങനെ ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. ആരും അങ്ങനെ അറിയപ്പെടുന്നുണ്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ എന്നാലും വണ്ടിയൊക്കെ എടുത്ത് വരാൻ പറ്റിയ നല്ല സ്ഥലം ഇവിടെ. ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ റോഡില്ല, നടക്കണം. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ കോട കാണാൻ പോയതാ. കോട കണ്ട് ലാസ്റ്റ് മഴ പെയ്ത് ഫുള്ള് മഴയും കൊണ്ടിതാ. പനിയൊക്കെ പനിയെ കൂടെ തലയിൽ തോന്നിയത്. നല്ല കാറ്റ് ഇവിടെ, വീട്ടിലെ കാറ്റ്. എന്താ പറയാ, ബൈക്ക് യാത്രക്കാരൊക്കെ വരുന്നുണ്ട്. കൊടയൊന്നും എടുത്തില്ല, പണിയാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് ഷെൽട്ടർ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ഷെൽട്ടർ, അതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് കാടാണ് ഇവിടെ, റബ്ബർ കാടാണ്. ഭാഗ്യത്തിനാണ് നമുക്കൊരു ഷെഡ് കിട്ടിയത്. ഒരു ഷെഡ് കിട്ടി, നേരെ ഓടിക്കേറി ഇവിടെ. ഇതാ
കളിക്കുന്നതാണ്. അല്ല അത് കളിക്കുന്നതല്ലേ? ആ അതിന് സന്തോഷം കിട്ടിയതാട്ടാ. നടന്നു വന്നു എന്തെങ്കിലും പറഞ്ഞു നടന്നു വന്നു. അതൊന്നും എന്തായാലും ചെയ്യില്ല, ഒന്നും ചെയ്യൂല, ഗ്യാരണ്ടിയാണ്. ശരിക്കും പേടിച്ചു. ശരിക്കും ഒരു പശുക്കുട്ടിയാണ്, പക്ഷെ നമ്മൾ ശരിക്കും പേടിച്ചു. എന്താ അറിയാ ആ വരവ് അത് കണ്ട നിങ്ങൾ? പക്ഷെ അതിൽ കളിക്കുന്നതാ പറയുന്നത്. അതിന്റെ കളിക്കുന്നതാണ്. അതെ, സത്യം പറഞ്ഞാൽ നമ്മള് പേടിച്ച് എന്താ പറയണ്ട ഇങ്ങനത്തെ സ്ഥലത്ത് ഈ ഒരു പെട്ടെന്ന് ആ വരുന്ന വരവ് കണ്ടാല് അത് ഒരു ചെറിയ പശുക്കുട്ടിയാന്ന് തോന്നൂല. പക്ഷെ വന്ന് പേടിച്ചൊക്കെ ഓടി. പിന്നെ അതിന്റെ ഓണറാന്നാ പോകുന്നത്. അപ്പൊ ഇത് മഴയൊക്കെ പെയ്ത് നമ്മള് വിമാനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം കുറച്ച് കുന്നാണ്. ഈ കുന്നിങ്ങനെ നമ്മൾ കയറി പോകണം. അത്യാവശ്യം ട്രക്കിങ് പരിശീലിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. ഇവിടെ ചെറിയ ചെറിയ കുന്നൊക്കെ കയറിയിട്ട് ട്രക്കിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുള്ള് നഞ്ഞിട്ടുള്ളത്. ആരൊന്നും വിചാരിക്കൊന്നും വേണ്ട. മഴ നഞ്ഞ് കയറി നിൽക്കിയ സ്ഥലം ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ലൊരു ഈ സമയത്ത് നല്ല തണുപ്പും കാറ്റും എല്ലാം കൊണ്ടും അടിപൊളി. ഇവിടെ നമ്മൾ കയറി പോണം. നല്ല കഥപ്പുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ചെറുതായിട്ട് ഇവനും അനക്ക് കുറച്ച് നല്ലോണം ഉണ്ട്. കാരണം ഇളന്നല്ല, റബ്ബറുണ്ട് ഇവിടെ. റബ്ബർ വേണോ? റബ്ബർ കുറച്ച് കുടിച്ചോ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം വരികയാണെങ്കിൽ നമുക്ക് പറ്റിയ കമ്പനി ഉണ്ടാവണം. ട്രാവൽ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം കോമഡിയൊക്കെ പറയുന്ന ആളുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രിപ്പ് കൊണ്ട് കാര്യമുള്ളൂ. അങ്ങോട്ടാ? അത് ഉണ്ട്. ഇതാണ് ഡിവൈഡർ വെച്ചാണ്. അങ്ങോട്ട് കയറുന്ന ആൾ അടുത്ത് കൂടിയും. പക്ഷെ നിങ്ങൾ തോന്നാറ്റാ കയറുന്നത്, നമ്മൾ തോന്നാറ്റാ കയറുന്നത്. അയ്യോ എൻ്റെ ശ്രദ്ധിക്കണേ. അതാ പാമ്പ് ശ്രദ്ധിക്കണേ. അതെവിടെയെങ്കിലും പാമ്പുണ്ടാകാൻ സാധ്യതയല്ല. പാമ്പുണ്ടാവും. പിന്നെ അതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ചു പോകണം. അവനെ ശ്രദ്ധിക്കണടാ. ഇതാണ് വിമാനപ്പാറ. ഇത് ഒരു താങ്ങുമില്ല. വലിയൊരു പാറയാണ്. പക്ഷെ എന്നാൽ ഒരു സൈഡിലൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാൾ പോയി തള്ളിക്കൊടുത്താൽ ചിലപ്പം മറിഞ്ഞ് വീടും. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഈ പാറയോടെ നിൽക്കുന്നത്. എന്തായാലും എന്താ പറയണ്ടേ, നമ്മുടെ ഭൂമിയൊക്കെ ഒരു എന്താ പറയുക അച്ചുകൊണ്ടെല്ലാം വെക്കൂലേ, അതുപോലെ തന്നെ. അപ്പം ഭയങ്കര എന്താ പറയണ്ടേ, അതെ. ഈ നമ്മൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ശരിക്കും ഈ പാറ കണ്ടു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് വീഴാമെന്നുള്ളൊരു സാധ്യത തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിതിൻ്റെ കൂടുതൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. താഴെ വളരെ അഗാധമായ കൊക്കയാണ്. അങ്ങോട്ട് പോകുന്നില്ല, വെറുതെ റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ വ്യൂ ആണ്. പക്ഷേ എന്താ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ വാഴമലയിൽ പോയി ഇറങ്ങുകയാണ്. പിന്നെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാടുകളിലെ സ്ഥലങ്ങളിൽ എന്താ പറയുക, അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആ സ്ഥലം നമ്മൾ പോയി കാണണം.
എന്നിട്ട് നമ്മളെ നാട്ടിലെ സ്ഥലങ്ങൾ കണ്ട് 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 നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. അതാണ് നമ്മളൊരു അത് മാത്രമല്ല പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഈ വാഴമല പലർക്കും അറിയായിരിക്കും, നമ്മളെ തലശ്ശേരിയിലുള്ള മലബാറിലുള്ള കുറച്ച് ആളുകൾക്ക് അറിയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഇത് കാണാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെ അതെ, കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. നല്ലൊരു ഈ കേരളത്തിൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ലൊരു ഊട്ടി പോലുള്ള ഒരു ക്ലൈമറ്റ് കിട്ടാൻ നല്ലൊരു തണുപ്പും കാറ്റും എല്ലാം ഉള്ള സ്ഥലമാണ്. ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ്. അപ്പൊ അത് മാത്രമല്ല ഇവിടെയുള്ള ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ റോപ്പ് വേ വരേണ്ട ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ 2 വർഷം മുന്നേ അതൊരു പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കൊറോണ വന്നതുകൊണ്ട് വർക്ക് സ്റ്റോപ്പായി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ റോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ വാഴമലയിലെ നേരെ റോഡ് പോകുന്നത് വിലങ്ങാട് അങ്ങോട്ട്, അതായത് നാദാപുരം ഭാഗത്തേക്ക് പോകുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങോട്ടേക്ക് പോകില്ല. ഓഫ് റോഡ് കുറച്ച് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെയുള്ളൂ, വാഴമല ഇവിടം വരെ ഉള്ളൂ. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് വഴികളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ചും കൂടി സ്ഥലങ്ങൾ ഇവിടെ പുരോഗമനം വരാനുണ്ട്. അതൊക്കെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുന്ന് പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ മലബാറിന് തീർച്ചയായും നല്ലൊരു ഉണർവേകാവുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അല്ലേ പാലക്കയം തട്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ, അതുപോലത്തെ സ്ഥലങ്ങളിൽ പെട്ട സ്ഥലമാണ്. നമ്മൾ ഈ മലബാറിൽ തന്നെ ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ഇത് ഫസ്റ്റ് നമ്മളൊരു വ്ളോഗ്, അതായത് മഴയൊക്കെ മാറിയൊരു വ്ളോഗ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം എന്താ പറയുക, നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.